അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നമ്മുടെ സാധാ നെയ്ച്ചോറൊക്കെ വെക്കുന്നില്ലേ, ആ ഒരു ബിരിയാണി നെയ്ച്ചോറിനൊക്കെ ആ ഒരു റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതിയിലും ചെയ്യാം കേട്ടോ, പക്ഷേ ഇതാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതുപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് 2 തക്കാളി, ഒരു വലിയ സവോള, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു ബൾബോളം വെളുത്തുള്ളി വേണം കേട്ടോ, അതാവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ചൊരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുക്കുക. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് രാവിലെ സ്കൂളിലേക്കൊക്കെ കുട്ടിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുമാണ്. കുട്ടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുറേ കറികളും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ചെയ്യാം, മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതിലൊന്നിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആകുമ്പം നല്ല ടേസ്റ്റ് അല്ലേ മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഞാനിതിൽ കൂടുതൽ അങ്ങനെ പേസ്റ്റായി അരച്ചെടുക്കണ്ട, ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നും ഇല്ല കേട്ടോ, നിങ്ങളെ വീട്ടിലുള്ളവരെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് കൂടുതൽ മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല, ചിലർക്ക് നന്നായിട്ട് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കുക്കിങ് ചെയ്ത് തീരും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരിയില്ല നേരത്തെ കുതിർത്ത് വെച്ചാൽ ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ എടുക്കാം. അപ്പോൾ ഞാൻ 1/4 കിലോനോളം ചെമ്മീനാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ 1-1.5 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതങ്ങനെ ഫ്രൈ ചെയ്ത് ഇടണമെന്നില്ല, ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല, കാരണം ഫ്രൈ ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇടുമ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരാട്ടോ ആ ഒരു റൈസിന്. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് സൺഫ്ലവർ ഓയിലില്ലേ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആവശ്യമുള്ളത് ഞാൻ 2 കപ്പോളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 2-3 ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, അതുപോലെ ബേ ലീഫ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടായിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാത്രമേ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ എന്താ പറയുക ഉള്ളി അത്രക്ക് അങ്ങ് വഴഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് കഴിഞ്ഞാൽ മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് അടിഞ്ഞ് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ആ ഒരു ഇതിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ നിറച്ച് ചെറിയ ജീരകം പൊടിച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് ഈ പൊടികളെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ പൊടികളൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച 1.5 കപ്പ് വെള്ളമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 അല്ല 1.25 കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ വഴറ്റുന്നില്ലേ കുറച്ച് ടൈമിൽ, ആ ടൈം കുറച്ച് വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒഴിച്ച വെള്ളത്തിലോട്ട് കൂടി ആവശ്യമുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീനും ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക.
ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച അരിയില്ലേ, അപ്പോൾ അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ഒരു 3/4 വേവെങ്കിലും ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ അരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ബിരിയാണിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതേ ഇതൊന്ന് അടച്ച് വെച്ച് ഇതുപോലെ ഇങ്ങനെ നല്ല ബബിൾസ് വരൂലേ, അരി എന്താ പറയുക വെള്ളമൊക്കെ വറ്റിയിട്ട് ആ ടൈമിൽ നമുക്ക് തീ ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ സിമ്മിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് നോക്കുക നിങ്ങൾ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ടാവും. അഥവാ വേവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഡിഷാട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീയും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം അതുപോലെ തന്നെ വേവിച്ചെടുക്കുക സിമ്മിൽ വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഉച്ചക്കേക്കുള്ള പണിയും ഇല്ല, രാവിലെ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ ഫ്രീ ആവും. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള റൈസ് രാവിലെ തന്നെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും ഉച്ചക്ക് കഴിക്കുന്ന ആ ഒരു ടെൻഷനും നമുക്കില്ല. എന്തായാലും അവരും നന്നായിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും ആരും മടിക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.